വേദഗ്രന്ഥം വന്നത് നീതിക്ക് വേണ്ടിയാണ്. വേദഗ്രന്ഥം വന്നത് നീതിക്ക് വേണ്ടിയാണ്. അല്ലാതെ വേദഗ്രന്ഥം വന്നത് ഒരാൾ ഓതിയിട്ട് അവൾ മുന്നിൽ ഇമാമത്ത് നിന്ന് ബാക്കിയുള്ള കുറേ ആളുകൾ മൗമുമാക്കിയിട്ട് കൈ മുത്തി പിടിച്ചു പോകാനല്ല. ഇതൊക്കെ വേദഗ്രന്ഥത്തിൻ്റെ വിഷയമേ അല്ല. വേദഗ്രന്ഥം നീതിക്ക് വന്നതാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. എന്തിനാണ് വേദഗ്രന്ഥം വന്നത്? വേദഗ്രന്ഥം നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതന്നെ അവർ നീതി ലോകത്തെ മുഴുവനും നീതി നടപ്പിലാക്കി. നീതി നടപ്പിലാക്കുന്നതിൽ അവർക്കുള്ള ഗ്രാഹ്യതയും അവർക്കുള്ള കൃത്യതയും പിൽക്കാലഘട്ടത്തിൽ ലോകം മുഴുവനും പ്രശംസിച്ചു. തിരുദൂതർ എന്ന എൻ്റെ ഈ പുസ്തകം മനസ്സിരുത്തി വായിക്കുക. എത്രത്തോളം ലോകം അവരെ അംഗീകരിച്ചു എന്നത് ലോക ചരിത്രമാണ്, അനിഷേധ്യമായ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കേണ്ട ഭാഗമെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. തിരുദൂതർ എന്ന എൻ്റെ പുസ്തകം മനസ്സിരുത്തി വായിക്കണം, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ മുതലുള്ള കുട്ടികൾക്ക് ഗ്രാഹ്യത പ്രത്യേകിച്ച് ഉള്ള കുട്ടികളാണെങ്കിൽ 8ാം ക്ലാസ് മുതൽ തന്നെ അവർക്ക് വായിച്ചു തുടങ്ങാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, +1 +2 ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി ഒന്നും അഭ്യസ്തവിദ്യനല്ല. പക്ഷെ അയാൾക്ക് പത്രങ്ങളും മറ്റു പുസ്തകങ്ങളും ഒക്കെ വായിച്ചൊരു ഗ്രാഹ്യത ആവശ്യത്തിനുണ്ടെങ്കിൽ അയാൾക്കും ആ പുസ്തകം വഴങ്ങും. അത് നമ്മൾ അറിയേണ്ട വിഷയമാണ്, നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആ പുസ്തകം ഓരോ മലയാളി മുസ്ലിമും വായിച്ചിരിക്കണം. നിർബന്ധമാണ്. നിർബന്ധമെന്നാൽ നിർബന്ധമാണ്. അതിൽ നിന്ന് ഒരു ഗ്രാഹ്യത കിട്ടും. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്ന കാര്യത്തിൽ ഞാൻ വളരെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ ഒരു ഉദ്യമം ഉണ്ടായിരുന്നെങ്കിലും അത് വേണ്ടത്ര ആയില്ല. ഈ പുസ്തകത്തിന് വളരെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ മാന്യമായൊരു വേതനം കൊടുക്കും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്, അവർക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിൽ. പക്ഷെ വളരെ മനോഹരമായി അത് ആദ്യം ആ പുസ്തകത്തെ അവർ 3, 4, 5 തവണ വായിച്ച് ആ പുസ്തകം അവർ ഷുർബണം, അവർ ആ പുസ്തകം കുടിക്കണം. എന്നിട്ട് അവർ ആ പുസ്തകത്തിൽ നിന്നൊരു ഗ്രാഹ്യത നേടണം, എന്നിട്ട് പുറത്തേക്ക് ഇടണം. അല്ലാതെ പദാനുപദ തർജ്ജമ വേണ്ട. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു നല്ല ട്രാൻസ്ലേറ്റർക്ക് ഒരു ഇരുത്തം ചെന്ന ട്രാൻസ്ലേറ്റർക്ക് മാത്രമേ ഈ പുസ്തകം വഴങ്ങൂ. എന്തുകൊണ്ട്? ലോകം മുഴുവനും അത് എങ്ങനെയാണോ ഞാനതിനെ മനസ്സിലാക്കി എഴുതിയത് അങ്ങനെ ലോകം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും ഒരു അഹങ്കാരം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം. ഇത് ഞാൻ അഹങ്കാരം പറയുകയല്ല, വളരെ വലിയ സത്യങ്ങൾ പറയുകയാണ്. അതായത് ലോകം കണ്ട എല്ലാ ജനങ്ങളും അവരെ പ്രശംസിച്ചു. ആരവരെ പ്രശംസിക്കാത്തത്? അവരെ ക്രൈസ്തവർ പ്രശംസിച്ചു. ഇവർ മുസ്ലിങ്ങളായിരിക്കവേ ക്രിസ്ത്യാനികൾ ചരിത്രത്തിൽ അവരെ പ്രശംസിച്ചെഴുതി. 20ാം നൂറ്റാണ്ടിൽ പോലും ക്രൈസ്തവ പണ്ഡിതന്മാർ സ്വഹാബികളെ കുറിച്ച് പ്രശംസിച്ചെഴുതിയ ലേഖനം ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തിനു വേണ്ടി? നീതി നടപ്പിലാക്കാൻ വേണ്ടി. ആർക്കെല്ലാം നീതി? ആർക്കും നീതി, എല്ലാവർക്കും നീതി. ക്രൈസ്തവർക്ക് ഈ ജനത നീതി കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവർ തന്നെ എഴുതിയ എത്രയോ സാക്ഷ്യപത്രങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ തിരുദൂതർ എന്ന എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ജൂതജനത, ഈ ജനതയെ മുഹമ്മദീയരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ജൂതന്മാർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, എങ്ങനെ എന്തുകൊണ്ട് അവർ നീതി നടപ്പിലാക്കി? എന്തിനാണ് വേദഗ്രന്ഥം? വേദഗ്രന്ഥം നീതിക്ക് വേണ്ടിയാണ്. അപ്പൊ സിറാത്ത് മുഹമ്മദ് എന്നാൽ സിറാത്ത് ആയത്തിലാണ്, നീതിയുടെ മാർഗമാണ്. നീതിയാണ് വിഷയം. വളരെ ചിന്തിക്കണം. ഇതൊക്കെ നീതിയാണ്. നീതി വേണം. ഒരു മലയടിവാരം പൊട്ടും എന്ന് നേരത്തെ തന്നെ ഭരണാധികാരികളിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ, അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ, ഏറ്റവും ചുരുക്കിയത് അവരെ മാറ്റിപ്പാർപ്പിക്കൽ, ഇതെല്ലാം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി കേരളം കേഴുന്നു, ലോകം മുഴുവൻ കേഴുന്നു. ഇനി കേട്ടിട്ട് എന്താ കാര്യം? അവർക്ക് നീതി കിട്ടിയില്ല. മനുഷ്യർക്ക് വേണ്ടി നീതിയാണ്. തിന്നാൻ കുടിക്കാനുമല്ല. അതൊരു ഭരണാധികാരിയുടെ ഒന്നാമത്തെ ബാധ്യതയല്ല, അത് ഒഴിവുണ്ടാവുമ്പോൾ ചെയ്യേണ്ട ബാധ്യതയാണ്. നാട്ടുകാർക്ക് മുഴുവനും ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുക എന്നതല്ല ഭരണാധികാരിയുടെ ബാധ്യത. ലോകത്തൊരു ഭരണാധികാരിയും ചെയ്തിട്ടുമില്ല. ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ഓരോ ആഴ്ചയിലും ഓരോ കേസ് കൊടുക്കൽ ഏത് ഭരണാധികാരിയാണ് ചെയ്ത്?
ഭരണീയർക്ക് ഓരോ കേസ് മാസത്തിൽ എത്തിച്ചു കൊടുക്കൽ അത് ഭരണാധികാരിയുടെ ബാധ്യതയല്ല, അതിന് പ്രീണനം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു പ്രീണനമാണ്. ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരർഹിക്കുന്ന നീതിയാണ്. ഇപ്പോൾ ഇടത്തും വലത്തും നമ്മൾ ഇരുന്ന് പറയാം പെരിയാർ അണക്കെട്ട് ഉടനെ പൊട്ടും. അങ്ങനെ പൊട്ടിയാലോ? പെരിയാർ അണക്കെട്ട് പൊട്ടുക എന്ന് സങ്കല്പിക്കാൻ കഴിയും? അങ്ങനെ സംഭവിച്ചാലോ? എന്താ സംഭവിക്കുക? എന്താ ചെയ്യാന്ന് എല്ലാവരും പറയാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാന്ന് ഭരണീയരെ പോലെ ഭരണാധികാരി പറയുകയാണെങ്കിൽ അയാൾ പിന്നെ ഭരണാധികാരിയാവുന്നത് എങ്ങനെയാണ്? ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ലോകത്തിൽ കോടിക്കണക്കായ ജനങ്ങൾ പറയും. പക്ഷെ ഭരണാധികാരി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഭരണാധികാരി അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ചെങ്കോൽ വെച്ച് ഉടനെ പോകണം. പിന്നെ യോഗ്യന്മാരായ ആളുകൾ അത് ചെയ്യും. വളരെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ജനങ്ങൾക്ക് നീതി കിട്ടണം. അവർ ജീവന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ അറിയുമ്പോൾ ആ നേരത്തേക്ക് അറിയുന്ന കാര്യങ്ങൾ ഇവിടെ അതിന് മുന്നൊരുക്കൽ നടത്തും. ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഇതിപ്പോൾ ഇന്നാലിന്ന പാർട്ടി ഭരിച്ചുകൊണ്ട് വരുന്ന വിഷയമല്ല. പുതിയ പാർട്ടിയാണെങ്കിലും ഇതന്നെയായിരിക്കും അവസ്ഥ. അപ്പൊ ജനങ്ങൾക്ക് നീതി വേണം. അവരെ ജീവന്, സ്വത്തിന് അവർക്ക് സംരക്ഷണം വേണം. അത് അവർക്ക് ലഭിക്കേണ്ടത് നീതിയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ലഭിക്കേണ്ട സംരക്ഷണം ജനങ്ങൾ അർഹിക്കുന്ന ഒരു നീതിയാണ്. ജനങ്ങൾ കാട്ടിൽ ഒറ്റക്കവർക്കല്ല. ജനങ്ങൾ ഒരു സമൂഹത്തിന്റെ നടുവിൽ ഒരു ഭരണകൂടത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു പാർക്കുകയാണ്. എല്ലാം കൊടുക്കുകയാണ്. ഒരു ബട്ടൺ ഇടുമ്പോൾ ആ ബട്ടന്റെ നികുതി അടക്കം ഒരു മുട്ടുസൂചിയുടെ മുനക്ക് പോലും നികുതി കൊടുത്തിട്ടാണ് ജനങ്ങൾ ഒരു രാജ്യത്ത് താമസിക്കുന്നത്. അപ്പൊ ആ രാജ്യത്ത് ആ ജനങ്ങൾക്ക് നീതി കിട്ടണം. എന്താ നീതി? പ്രാഥമിക നീതി എന്നാൽ അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം. മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് നൽകി എന്ന് ക്രൈസ്തവ, ജൂത, ഹൈന്ദവ സമൂഹങ്ങൾ എഴുതിയ സാക്ഷ്യപത്രങ്ങൾ, ആയിരക്കണക്കായ വർഷങ്ങൾ നിലനിൽക്കുന്ന സാക്ഷ്യപത്രങ്ങൾ എൻ്റെ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അനിഷേധ്യമാണ്. അത് പിൽക്കാലത്ത് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജുമെല്ലാം അംഗീകരിച്ച് അതിനെ പുസ്തകമാക്കി പുറത്തിറങ്ങി. മുഹമ്മദിയരില്ലായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നീതി ലഭിക്കുമായിരുന്നില്ല. അതാണ് സിറാത്ത് മുഹമ്മദ്. എന്താ സിറാത്ത് മുഹമ്മദ്? സിറാത്ത് അദ്ലാണ്. നിങ്ങളെന്താ തമാശ, എന്താ ചിന്തിക്കാത്തത്? ഈജിപ്ത് ഭരിക്കുന്ന ഗവർണറുടെ മകനും ഒരു ക്രിസ്ത്യാനിയായ ഒരു സാധുവായ ഒരു ബാല്യക്കാരനും തമ്മിൽ ഷണ്ടയുണ്ടായി. ഒരു ക്രിസ്ത്യാനിയായ ബാല്യക്കാരനും ഈജിപ്ത് ഭരിക്കുന്ന ഗവർണറുടെ മകനും തമ്മിൽ ഷണ്ടയുണ്ടായപ്പോൾ ഈ ഗവർണറുടെ മകൻ അടിച്ചു. ആരെ അടിച്ചു? ഈ ക്രിസ്ത്യാനിയുടെ മകനെ അടിച്ചു. നീ എന്നോടാണോ ഷണ്ടയ്ക്ക് വരുന്നത്? ഞാനിവിടെ ഭരിക്കുന്ന ഗവർണറുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു. ആരടിച്ചു? ഒരു ക്രിസ്ത്യാനി ബാല്യക്കാരനെ അടിച്ചു. ക്രിസ്ത്യാനി ബാല്യക്കാരനും അച്ഛനും മദീനയിലേക്ക് പോയി. ഉമർ ഇബ്നു ഖത്താബിനെ കണ്ടു. റളിയല്ലാഹു അൻഹു, ഇങ്ങനെ നിങ്ങൾ ഗവർണർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കൂട്ടി നേരെ ഈജിപ്തിൽ വന്നു. ഒരു കത്ത് കൊടുത്തേച്ചാൽ നീതി നടപ്പിലാവില്ല. കാരണം ഗവർണറുടെ മകനാണ് അടിച്ചിട്ടുള്ളത്. നിങ്ങളതൊക്കെ ആലോചിക്കുക. എത്രയാണ്, എന്താ അതൊക്കെ? ഒരു നീതിക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരി മദീനയിൽ നിന്ന് പോണത്, ഈജിപ്തിലേക്ക് പോവുക. എന്തിനാ പോണത്? ക്രിസ്ത്യാനിയ നേരെ പോയി ചെന്ന് മൈതാനിയിൽ ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി ഗവർണറോട് കൊണ്ടുവന്നു. ഗവർണർ ഓടി വന്നു. കാരണം ഭരണാധികാരി വന്നാൽ ഗവർണർ വരണ്ടേ? എൻ്റെ മകനെ ഹാജരാക്കി. അപ്പോൾ ഈ ക്രിസ്ത്യാനിയായ ബാല്യക്കാരൻ്റെ കയ്യിൽ ഉമർ ഇബ്നു ഖത്താബ് ചാട്ടവാർ കൊടുത്തു. അടിക്കുക. ബഹുമാനിയായ ഗവർണറുടെ മകനെ ഈ ബഹുമാനിയായ ഗവർണറുടെ മകനെ സാധുവായ ക്രിസ്ത്യാനിയുടെ മകൻ അടിക്കുക. ജനങ്ങളെ മുന്നിലിട്ട് തിരിച്ചടിച്ചു. എത്ര അടിയുണ്ടോ അത്ര തിരിച്ചടിച്ചു. ജനങ്ങളൊക്കെ സ്വതന്ത്രരായി ജനിച്ചവരാണ്. അവരെന്നാണ് നീ അടിമയാക്കിയത് എന്ന് ഇത്തരം ആ വാക്കുകൾ മേലാൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. തിരിച്ചുപോയി.
ഇതാണ് സിറാത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും കേൾക്കണ്ടേ? ഇതിന് പകരം ലോക ചരിത്രത്തിൽ ഒരു നീതി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ അടിമയാകാൻ വരാം. അതാണ് സിറാത്ത് മുഹമ്മദ്. അത് ജനങ്ങൾക്ക് നീതി കിട്ടി. സുഖം, ദുഃഖം, ഭക്ഷണം, ദാരിദ്ര്യം അതൊക്കെ ഏത് കാലത്തും ഉണ്ടാവും. അതെന്നും ഉണ്ടാവും. ഇടി, മിന്ന്, കാറ്റ്, മഴ അതൊക്കെ ഉണ്ടാവും. പക്ഷേ മനുഷ്യർക്ക് ചെയ്യാവുന്നതിന് പരമാവധി ഒന്നാമതായി മനുഷ്യൻ നീതി കിട്ടും. ഇപ്പം നീതിക്ക് പറ്റി ആരെടുത്ത പോവാ? ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് രാജനെ പോയത്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് രാജനെ കൊണ്ടുപോയി അടിയന്തരാവസ്ഥ കാലത്ത്. എന്നിട്ട് കക്കയം ഡാമിൽ കൊണ്ടുപോയി അവിടെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിക്കൊന്നു. പിന്നീട് ഈശ്വരവാര്യർ കേസ് കൊടുത്തു. കേരളം മുഴുവനും ഈശ്വരവാര്യരുടെ കൂടെ നിന്നിട്ടും നീതി കിട്ടാതെ ഈശ്വരവാര്യർ മരിച്ചു. നമുക്ക് ഇംഗ്ലീഷ് അറിയും, ലാറ്റിൻ അറിയും, ഫ്രഞ്ച് അറിയും, എല്ലാ തടിച്ച രാഷ്ട്രമീമാംസ ഗ്രന്ഥങ്ങൾ അറിയും, നീതിയുടെ പുസ്തകങ്ങൾ അറിയും, വലിയ വലിയ ലോയർമാർ, വലിയ വലിയ ജഡ്ജിമാർ, വലിയ വലിയ പൊളിറ്റീഷ്യൻസ് എല്ലാം നമുക്കറിയും. എന്തില്ല? നീതിയില്ല. അവരങ്ങനെയല്ല, അവർ നീതി കൊടുക്കും. അങ്ങനെ ഒരു ഉരുട്ടിക്കലം നടത്തൂല വിവരം. ഈശ്വരവാര്യർക്ക് നീതി കിട്ടാതെ മരിച്ചു. സത്യല്ലേ? ഒക്കെ സത്യത്തിൻ്റെ രാജൻ സാധുവായ കുട്ടിയാണ്. ഒരു സാധുവായ കുട്ടി സാധുവല്ല. ആരോ ആകട്ടെ, ആ കുട്ടിയോട് യോജിച്ചതല്ലേ ആ കുട്ടിയോട് ചെയ്യാൻ പാടുള്ളൂ. ആയുസ് മുഴുവനും കേസ് കൂടിയിട്ട് നീതി കിട്ടാതെ ഈശ്വരവാര്യർ നീതിയുടെ കേഴുന്ന വേഴാമ്പലിനെ പോലെ, നീതിക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ആശിച്ചാശിച്ച് ഈശ്വരവാര്യർ മരിച്ചു. രാജന്റെ കുടുംബത്തിന് നീതി ഇന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ എന്താ പറയുക നിയമസഭാ സ്ക്വയറുകൾ പുതിയതായി 2-5 കൊല്ലത്തിൽ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതേ സമയത്ത് ക്രൈസ്തവരും ജൂതരും വരെ എഴുതി വെച്ചു, ഇവർ നീതി കൊടുക്കുന്നതിൽ എന്നും മുൻപന്തിയില്ല. അതാണ് മനുഷ്യർക്ക് വേണ്ടത് തിന്നാനല്ല, അതുള്ളത് തിന്ന് രക്ഷപ്പെടും. അതൊന്നും ഭരണാധികാരിയുടെ പ്രാഥമിക ബാധ്യതയുമല്ല. അങ്ങനെയാണ്, ഒരിക്കലുമല്ല. ചില സാമൂഹിക സംഘടനകൾ ഈ നൂറ്റാണ്ടിലേറെ അറിയപ്പെട്ടത് കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രധാനപ്പെട്ട അജണ്ട തന്നെയല്ല. അജണ്ടയാവുമ്പോൾ അവർ പ്രീണനം നടത്തുകയോ അല്ലെങ്കിൽ യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യുന്നു എന്ന് പൊതുജനം മനസ്സിലാക്കേണ്ടതാണ്. ഒന്നും കൂടി പറയാം, അതവരുടെ ബാധ്യതയല്ല, ഒരിക്കലും ബാധ്യതയില്ല. അവർ സമൂഹത്തിൽ നീതി കിട്ടാത്തവർക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു ബാധ്യത. അതാണ് MLA യുടെ ബാധ്യത. എന്താ MLA യുടെ ബാധ്യത? നാട്ടിലുള്ള ആളുകളെയൊക്കെ കയ്യിൽ നിന്ന് പിരിവ് നടത്തിയിട്ട് നാട്ടിലുള്ള ആളുകൾക്ക് വീടിച്ചു കൊടുക്കുക. അത് MLA യുടെ ബാധ്യതയല്ലല്ലോ. നമ്മളൊന്നും വിചാരിക്കരുത്. യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്തുക. അതവർക്ക് ചെയ്തുകൂടെ? അതവർ ചെയ്യേണ്ടതല്ല. ഏതോ ലോക്കൽ കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി. ഒരു കാരുണ്യ ഭവൻ, ഒരു നാട്ടിൽ ഒരു കാരുണ്യ ഭവൻ ഉണ്ടാക്കി കൊടുക്കുക എന്നാൽ അത് അവിടുത്തെ ലയൺസ് ക്ലബ്ബ് ചെയ്യേണ്ട കാര്യമാണ്. അത് അവർക്ക് ചെയ്യാവുന്നത്. എക്സാമ്പിൾ ലയൺസ് ക്ലബ്ബ് ആണ്. അങ്ങനത്തെ ആളുകൾക്ക് അതാണ് അവർ ഉത്തരവാദിത്തം. അത് അവർക്ക് ചെയ്യാവുന്നതാണ്. ഒരു പന്ത് കളി കമ്മിറ്റി, വേനൽക്കാലത്തുണ്ടാവുന്ന ഒരു പന്ത് കളി കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം കൊടുത്താൽ അവർക്ക് ഒരു വർഷത്തിൽ 3-4 വീട് ആ പ്രദേശത്ത് വെച്ചു കൊടുക്കാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത്? അവർ മുഖ്യമന്ത്രിയുടെ ട്രഷറിയിൽ നിന്ന് പൈസ വാങ്ങലൊന്നും ഇപ്പോഴും ഇല്ലല്ലോ. ഈ വീടുകൾക്ക് എന്താ നാടുകാരന് പിരിവ് നടത്തല്ലേ? ഇത് ഈ കുട്ടികൾക്ക് നടത്താലോ? അതിന് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ നടക്കുന്നത് എന്തിനാ? രാഷ്ട്രീയ നേതാക്കന്മാർ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വലിയൊരു താക്കോലും പിടിച്ച് വലിയൊരു സമ്മേളനം ഉണ്ടാക്കിയിട്ട് താക്കോൽ കൈമാറുന്നു, കൊടുത്തപ്പോൾ വാങ്ങിയപ്പോൾ എന്ന് പറയുന്നത് കേവലം പ്രീണനം മാത്രമാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് അതവരെ ഉത്തരവാദിത്തേ അല്ല.
അവരെന്തിനാ ജനങ്ങള് പ്രതിനിധിയായി MLA ആക്കി അയക്കുന്ന? എന്തിനാ? ഇവിടെ കുറച്ച് ആളുകൾക്ക് വീട് കിട്ടാനോ? ഓക്കെ, സർക്കാരിൽ നിന്ന് ഇവിടെ 100 വീട് വാങ്ങാൻ ഓക്കെ. ആരാ സർക്കാരിന് വാങ്ങിക്കൊടുത്ത്? ഇവിടെയുള്ള ആളുകളെ കയ്യിൽ നിന്ന് പിരിപ്പിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് വീട് കൊടുക്കുകയാണെങ്കിൽ അതിനെന്നാ പിന്നെ അവർക്ക് തിരുവനന്തപുരത്ത് പോകാതിരിക്കില്ല, അല്ലാണ്ട് ബാക്കിയുള്ള നേരം കൂടെ ഇവിടെ കിട്ടും. എന്നിട്ട് ഈ വിഡ്ഢികളായ ജനങ്ങൾ വിഡ്ഢികളാക്കും. നമ്മൾ ഇത്ര വീട് വെച്ചിട്ടില്ല. ആരെ വീട് വെച്ചിട്ട്? എന്റെ തൊട്ടടുത്ത വീട്ടുകാരന്റെ പൈസ, മറ്റേ അമ്മൂട്ടിന്റെ പൈസ, മറ്റേ രാമന്റെ പൈസ, മറ്റേ തോമസിന്റെ പൈസ. ആ പൈസ എല്ലാവരും കൂട്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുത്തു. അതിനെന്തിനാ തിരുവനന്തപുരത്ത് പോയത്? നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് ആഴ്ച 2 ദിവസം കൊണ്ട് ഇവിടെ ഈ വീടുണ്ടാക്കി കൊടുക്കലുന്ന പണിയാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 5 ദിവസം കൂടി ഇവിടെ ചിലവാക്കിയാൽ നിങ്ങൾ കൊല്ലത്തിൽ 4 വീട് വെക്കണം. നിങ്ങൾക്ക് 14 വീട് വെക്കാലോ. കാരണം ഫുൾ ടൈം നിങ്ങൾ ഇവിടെ അല്ലേ? സത്യല്ലേ? ഇത് പ്രീണനാണ്. ഇത് ജനങ്ങളെ കണ്ണിൽ പൊടി. ജനങ്ങളോ വിഡ്ഢിയാകാൻ വേണ്ടി നേർച്ചയൊക്കെ നടക്കണം. ജനങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നേർച്ചയാക്കണം. അമ്മയും ബാപ്പയും നേർച്ചയാക്കണേ, ഞാൻ വിഡ്ഢിയാണ്, എൻ്റെ ഭർത്താവ് വിഡ്ഢിയാണ്, ഈ കുട്ടിയും വിഡ്ഢിയായി നിന്നാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ വിഡ്ഢിയാകാൻ നേർച്ചയാക്കി നടക്കണം. ജനങ്ങൾ എന്തിനാണ് ഒരു പ്രതിനിധിയെ ഡൽഹിയിലേക്ക് അയക്കുന്നത്? ജനങ്ങളെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം വേണം. അവർക്ക് സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കണം. അതെന്താണ്? അതെന്താണ്? അതിന് കഴിയില്ലെങ്കിൽ അത് കണ്ണിൽ പൊടിയിലൊക്കെ. ഭരണാധികാരിയും ഒക്കെ ഇടക്കിടക്ക് ഒരു കിറ്റ് കൊടുത്തയച്ചാലും ഇടക്കിടക്ക് കിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കിറ്റ് കാണാനില്ല. അത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമല്ല. അതെങ്ങനെ ഭരണാധികാരി? ലോകത്ത് സമ്പൽ സമൃദ്ധമായ കാലത്ത് ഏത് രാജാവാണ് കിറ്റ് കൊടുത്തയച്ച്? ജനക്ഷേമ തൽപരരായ ഏത് രാജാവാണ് ജനങ്ങളെ ആഴ്ചയിലോ മാസത്തിലോ കിറ്റ് കൊടുത്തയച്ച്? അത് കൂടുതൽ ജനങ്ങളെ മടിയന്മാരാക്കല്ലേ? ഭരണാധികാരി സമ്പത്ത് അധികരിച്ചാൽ പോലും തന്റെ കയ്യിലുള്ളത് വിതറിയിട്ട് എടുത്തോളിന്നറിയ. എന്തിന്? എന്നാലും പെറുക്കിയെടുക്കാനുള്ള അധ്വാനം പെരുക്കുമാണോ? ഇതിൽ വായിലെങ്ങനെ കൊണ്ടു കൊടുത്താൽ ജനമടിയനാമാരാവൂലേ? ചിന്തിക്ക്. ഒരു ബിൽഡിങ്ങിന്റെ പണി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ജയലളിതയുടെ ഭരണകാലത്ത്. ഒരു പള്ളിപ്പണി ഉണ്ട്. ആ പള്ളിപ്പണി പൈസ സംഘടിപ്പിച്ച് സാധുവായ ഒരു ഗ്രാമത്തിൽ, സാധുക്കളുടെ ഗ്രാമത്തിലൊരു പള്ളി. അപ്പോൾ ആ പള്ളി ആചാരായിരുന്നു എടുത്തിരുന്നത്. ഗൂഡല്ലൂരിൽ ആചാരായിരുന്നു ആ പള്ളിപ്പണി എടുത്തിരുന്നത്. അപ്പോൾ ആ പള്ളിയുടെ തറക്കല്ലിടലിൽ ഹൈദർ ശിഹാബ് തങ്ങൾ നടത്തിയപ്പോൾ ആ പരിപാടി ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ ആചാര്യ ഒരു യാത്രയിൽ കണ്ടു. ആചാര്യ എന്താ ഈ പള്ളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല? എങ്ങനെ? എന്താ പ്രശ്നം? എന്താ വല്ല വിഷയമുണ്ടോ? അവർ പറഞ്ഞു പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്നു, പക്ഷെ പണിക്കാരെ കിട്ടുന്നില്ല. എന്താ പണിക്കാരെ കിട്ടാത്തത്? തമിഴ്നാട്ടിലല്ലേ പണിക്കാരുണ്ടാണ്ടോ? ഇഷ്ടംപോലെ അവിടെ ബാക്കി കുറെ പണിക്കാർ ഇങ്ങോട്ട് വരും. പിന്നെന്താ? അപ്പോൾ അവർ പറയുകയാണ്, എന്താ അറിയോ, 1 കിലോ അരിക്ക് 1 ഉറുപ്പ്യ. അരി എന്താ പറയുക, അതേപോലെ തന്നെ പയറ്, മറ്റിതിനൊക്കെ വളരെ റേഷൻ കടയിൽ കുറഞ്ഞ വിലക്ക് കിട്ടുക. ശർക്കര പഞ്ചസാരയൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുക. മണ്ണെണ്ണ മുറിച്ചിട്ട് ഓനെ കൊണ്ടുപോയിട്ട് വീട്ടിലാക്കി. അതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ഫ്രീ ആയി കിട്ടുക. 1 ഉറുപ്പ്യ. പിന്നെ കർഷക തൊഴിലാളി മറ്റേ പെൻഷൻ മറിച്ച പെൻഷൻ പൈസ കൊടുക്കാൻ ഇതീ പെൻഷൻ തന്നെ ഉണ്ടാവും. പിന്നെ TV ഫ്രീ ആയി വെച്ചു കൊടുത്തിരിക്കുക എല്ലാ വീട്ടിലും. അപ്പൊ ജനങ്ങൾ പണിക്കൂല. എന്തുകൊണ്ട്? 1 ഉറുപ്പ്യക്ക് എന്ത് കിട്ടും? അരി കിട്ടും. ആ 1 ഉറുപ്പ്യക്ക് വകുപ്പ് സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 100-200 ഉറുപ്പ്യ മാസത്തിൽ ഒരു പരിയെ കിട്ടാനുള്ള വഴി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്താ ചെയ്യുക? ലോകാവസാനം എന്താ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. അതുകൊണ്ട് പണിക്കാള് വരുന്നില്ല, പണിക്കാള് കിട്ടൂല. പിന്നെ മൂപ്പര് പറഞ്ഞു, എന്നാലും പടച്ചോന്റെ കൃപയാൽ ഞമ്മക്ക് കുറച്ച് കള്ളുടിയന്മാരെ കിട്ടിയിട്ടുണ്ട്. അള്ളാഹിന്റെ സഹായം കൊണ്ട് നമുക്ക് നാട്ടിൽ കുറച്ച് കള്ളുടിയന്മാരുണ്ട്. അവരെ കൊണ്ടാണ് ഇന്നിപ്പോ പള്ളിപ്പണി നടക്കുന്നത്. എന്താ ആചാര്യ, അള്ളാഹിന്റെ കൃപ കൊണ്ട് ഒന്നുമല്ല. ഒരിക്കൽ എത്ര കിട്ടിയാലും തികയില്ല. വൈകുന്നേരം ആയാലും കള്ളുടിക്കണ്ടേ, അതിന് പൈസ ഇല്ല. അപ്പൊ അവര് കള്ളുടിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? പണിക്ക് വരും. നമ്മൾക്ക് കള്ളുടിയന്മാരുള്ള കാലത്തോളം നമ്മൾ പണി നടക്കും. പടച്ചോനെ കൃപയിൽ നമുക്ക് കുറച്ച് കള്ളുടിയന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പണിയായി കിട്ടിയത്. അങ്ങനെയുണ്ട്. ആചാര്യ നേരിട്ടെന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ഇതൊന്നും ഭരണാധികാരിയുടെ ബാധ്യതയല്ല. ഭരണാധികാരിയുടെ ബാധ്യത 1 റുപ്യ കയ്യിൽ കൊടുക്കാന്നുള്ളതല്ല. ഭരണാധികാരിയുടെ ബാധ്യതയുണ്ട. ഭരണാധികാരി മാന്യമായ മിതമായ വിലക്ക് അരി കിട്ടണം. അവർക്ക് തൊഴിലുകളും ഉണ്ടാവും. അപ്പൊ ഒരു കാലത്ത് ഒരു മടിയന്മാരാവൂല, ഒരു മക്കളും മടിയന്മാരാവൂല. കുട്ടികൾ മുഴുവനും കമ്പ്യൂട്ടർ ഫ്രീ, ലാപ്ടോപ്പ് ഫ്രീ. ഇത് പിന്നെ ലോകരാജ്യങ്ങളിലേക്ക് ഒരു കയറ്റി അയച്ചു. കാരണം കുട്ടികൾക്ക് ടൈമ പണിയെടുക്കാൻ അറിയില്ല. എന്റെ ആവശ്യമല്ല. ഇതിനൊക്കെ പ്രീണനം എന്നാ പറയാ. ഇതൊന്നും ഭരണാധികാരിയുടെ ബാധ്യതയല്ല. ഭരണാധികാരിയുടെ ബാധ്യത നീതി കിട്ടാത്തവരെ നീതി കൊടുക്കുന്നത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. ഇവിടെയാണ് വിഷയം. എന്താണ് ഈ സിറാത്ത് മുഹമ്മദ്? അത് സിറാത്ത് ആദിലാണ്. അത് നീതിയുടെ മാർഗമാണ്. അങ്ങനെ തന്നെയാണ്. വളരെ ചിന്തിക്കണം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഹമ്മദിയർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ചിരുന്ന കാലത്ത് ജൂതന്മാർ യൂറോപ്പിലേക്ക് കത്തെഴുതിയ രേഖകളുണ്ട്. എന്താ രേഖകൾ? യൂറോപ്പിലേക്ക് കത്തെഴുതി. യൂറോപ്പ് വളരെ പ്രയാസത്തിലിരുന്നു ജൂതന്മാർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ നീ ഇങ്ങോട്ട് പോര്, ഇവിടെ സുരക്ഷിതാണ്, ഇവിടെ പല വഴിയുണ്ട്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ താമസിച്ച ഒരു നാട്ടിലും വർഗീയതയുണ്ടായില്ല. ഇന്ന് വർഗീയത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ മതത്തിന്റെ കാരണവുമല്ല. ഈ മതത്തിലേക്ക് ഹെല്ലനൈസേഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. യൂറോപ്യൻ അക്രമ രീതികൾ, യൂറോപ്പിന്റെ സ്വജനപക്ഷപാതം, യൂറോപ്പിന്റെ വർഗീയത, യൂറോപ്പിന്റെ നാഷണലിസം, ഇതെല്ലാം റേസിസം, ഇങ്ങനെ ഇതെല്ലാം അതൊക്കെ യൂറോപ്പിന്റെ സൃഷ്ടികളാണ്. അപ്പോൾ അല്ലാഹുവേ, നീ എന്നെ മുഹമ്മദിന്റെ മാർഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിപ്പിക്കണമേ. നീ വിശദീകരിക്കുന്നില്ല. ഇതിന് സമാനമായ വരികൾ ഇനിയും വരും. അപ്പോൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ തീരൂല. ഏത് സിറാത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ അനീതി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അനീതിയേ ഉണ്ടാവില്ല. എന്നാൽ ലോകത്ത് അതന്നെ നീതി ഉണ്ടാവില്ല. മനുഷ്യന് ആവശ്യമായ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒരു സംഘം ആളുകൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തിപ്പെട്ടു. ഞങ്ങൾ പോവുകയാണ്. എന്തിനു ചോദിച്ചു? ഞങ്ങൾ ഇന്നത്തെ ഫക്കത്തിൽ ശരിബീൻ കള്ളുടിയന്മാരെ പരിശോധിക്കാൻ പോവാണ്. എവിടെയെങ്കിലും കള്ളുടിയന്മാരുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഭരണാധികാരിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനൊക്കെ കള്ളുടിയന്മാരെ പിടിച്ചുകൊണ്ടുവരാൻ ആരാണ് സമ്മതം തന്നത്? ഇത് അടിമദോഷം ചെയ്യും. ഉടമക്കാരൻ മറിച്ചു വെക്കും. മംഗളൂർ ചുരം എനിക്കെന്താ ആരത് പറയുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. അത് നിന്റെ ബാധ്യതയല്ല. കള്ളുടിയന്മാരെ പരിശോധിക്കൽ നിന്റെ ബാധ്യതയല്ല. ഇതാ അല്ലാഹ്. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ കള്ളുടിച്ച് എത്തിപ്പെട്ടാൽ നമ്മൾ പിടികൂടും. എപ്പോഴും എത്തിപ്പെടുക? റബ്ബ് തആല അവന്റെ സിത്ർ ഇവനിൽ നീക്കും. അപ്പൊ നമ്മളെ മുന്നിൽ ഒന്ന് ചാടും, നമ്മൾ പിടിക്കും. അല്ലാതെ എല്ലാ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ വിചാരം നടക്കണ്ടോ, അവിടെ കള്ളുടി നടക്കണ്ടോ, നമ്മളെ ബാധ്യതയല്ല. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം, നടക്കാം, നടക്കാതിരിക്കാം. അത് നമ്മൾ ബാധ്യതയല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഓരോ വീട്ടിലും ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഭരണാധികാരി ആ ഏരിയയിൽ
4 പോലീസുകാരെ എടുത്താൽ ബാധ്യത ഭരണാധികാരിക്കുണ്ടോ? ഇല്ല. അതൊന്നും ഭരണാധികാരി ബാധ്യതയല്ല. ഈ കള്ളുടിയന്മാർ എവിടെയെങ്കിലുമൊക്കെ ഇത് കള്ളുടിക്കുണ്ടാവും, അത് നോക്കേണ്ട ബാധ്യത നമുക്കില്ല. അള്ളാഹുവിന് 99 സിഫത്തിൽപ്പെട്ട ഒരു സിഫത്താണ് എന്ത്? സത്താർ. നമ്മള് സത്താറിനല്ല, അബ്ദുൽ സത്താറിനെയാണ്. സത്താറിന്റെ അടിമയാണ് സത്താർ. മനസ്സിലായി? സത്താർ എന്ന സിഫത്തിന്റെ ആർക്ക്? എന്താണത്? ജനങ്ങളെ മറച്ചു പിടിക്കുന്നവൻ. അവരിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ റഹ്മത്ത് കൊണ്ട് റബ്ബ് തആല എന്ത് ചെയ്യും? മറച്ചു പിടിക്കും. പരലോകത്തിൽ ചിലപ്പോൾ പുറത്തും കൊടുക്കാം. ഇവിടെയും സുഖം അവിടെയും സുഖം. മനസ്സിലായില്ല? ലോകത്തുള്ള എല്ലാ വ്യഭിചാരിയെയും ഇതുവരെ പിടികൂടിയിട്ടുണ്ടോ? പറയും മനുഷ്യന്മാരെ. ഇല്ല. ലോകത്തുള്ള എല്ലാ കള്ളുടിയന്മാരെയും പിടികൂടിയിട്ടുണ്ടോ? ഇല്ല. ലോകത്തുള്ള എല്ലാ മോഷ്ടാക്കളെയും പിടികൂടിയിട്ടുണ്ടോ? ഇല്ല. ലോകത്തുള്ള എല്ലാ കൊലപാതകളെയും പിടികൂടിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? റബ്ബ് സത്താറാണ്. ഇതാ നാസിയോൻ, കാര്യം വെളിവായി കഴിഞ്ഞാൽ നമ്മളവനെ പിടികൂടും. കാലത്തിലെ സുകുമാരക്കുറുപ്പിനെ അന്വേഷിക്കണം. സുകുമാരക്കുറിപ്പിനെ കുറിച്ച് സിനിമ ഉണ്ടാക്കിയെന്നല്ലാതെ, അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കിയെന്നല്ലാതെ സുകുമാരക്കുറിപ്പിനെ കിട്ടിയില്ല. എന്തേ കിട്ടാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല? എന്താ കാരണം ഉണ്ടാവും? നമുക്കറിയില്ല. ചിന്തിക്ക്. ഇനിയിപ്പോ സുകുമാരക്കുറിപ്പിനെ കിട്ടിയതിന് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആളുകൾ പറഞ്ഞു സുകുമാരക്കുറിപ്പ് അന്നേ അത്യാവശ്യം ഒരു ഏജിലുള്ള മരിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറ്റവാളിയായി ജീവിച്ച് പിടികൊടുക്കാതെ മരിച്ചിട്ടുണ്ടാവും സുകുമാരക്കുറിപ്പ്. അങ്ങനെയാവാം. അന്വേഷിക്കൽ നമ്മളെ ബാധ്യതയാണ്. കണ്ടെത്തിക്കൊള്ളുന്നത് എന്ത്? റബ്ബ് സത്താറാണ്. കൊലപാതകം നടന്നാൽ മനസ്സിലായി പറഞ്ഞത്. ഇപ്പൊ കള്ളുടിയന്മാരെ മുഴുവനും പരിശോധിക്കൽ നമ്മളെ ബാധ്യതയല്ല. നമ്മളെ മുന്നിൽ വന്നു വിട്ടാൽ പിടിക്കും. ഇപ്പൊ ഒരു ഇൻഫർമേഷൻ വന്നാൽ അവിടെ പോലീസുകാരെ നിർത്താം. ഇൻഫർമേഷൻ കിട്ടിക്കൊള്ളുന്നത് എന്താ പറഞ്ഞത്? 1. 2, ഒരു ഇൻഫർമേഷൻ കിട്ടാൻ കാരണം അവർ കള്ളു കുടിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോഴും പിടികൂടും. എന്തൊക്കെ നടക്കും നാട്ടിൽ? അപ്പൊ ആവറേജ് സ്വാതന്ത്ര്യവും ഉണ്ട്, തെറ്റിയെന്നോനും സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ല? തെറ്റ് ചെയ്യുന്നവനും എന്ത് സ്വാതന്ത്ര്യമുണ്ട്? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഭൂമിയുടെ അവകാശികൾ എന്നൊരു പുസ്തകമുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. അതിന് ആ പുസ്തകം വളരെ ചിന്തയാണ്. എന്താ പറഞ്ഞത്? ഒരു പാമ്പ് ഒരു വീട്ടുവളപ്പിലേക്ക് വന്നപ്പോൾ കുട്ടികൾ ഓടിച്ചു. അപ്പോൾ അടുത്ത വീട്ടിൽ വളപ്പിൽ പോയി അവിടുന്ന് ഓടിച്ചു. പിന്നെ അത് അടുത്ത വീട്ടിലേക്ക് വളപ്പിലേക്ക് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഓടിച്ചു. പാമ്പ് എന്ത് ചെയ്യും? പാമ്പിനും താമസിക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? പാമ്പിന് സാധു ജീവി, അതിന് അത് ഈ ഭൂമിയുടെ അവകാശമാണ്. എവിടെ നിന്ന് പാമ്പിന് നിൽക്കാൻ പരിസരം? കാരണം എല്ലാം ഒന്നും അമ്മേൻ്റെ ആണ്, ഒന്ന് അമ്മേനാണ്, ഒന്ന് അവറാൻ്റെ ആണ്. അപ്പോൾ എല്ലാം ഓരോരുത്തരുടെ ഭൂമിയാണ്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് അവരെ ഓടിക്കാണ്. പാമ്പിന് എന്ത് ചെയ്യും? മനസ്സിലായി പറഞ്ഞത്? ഭൂമിയുടെ അവകാശികൾ എന്നാണ് പുസ്തകത്തിന് പേര്. നമ്മളെല്ലാം ഈ നാട്ടിലുള്ള എല്ലാ പാമ്പിനെയും കളിച്ച് മറിച്ചിട്ട് പിടിക്കൽ നമ്മളെ ബാധ്യതയാണ്? ഇല്ല. ഒരു പാമ്പിൻ്റെ മേലെ അല്ലാഹു തആല സിത്ര ഒഴിവാക്കുമ്പോൾ നമ്മളെ മുന്നിൽ വന്ന് പെടും. അപ്പോഴോ നമ്മളതിനെ അടിക്കും, ചിലപ്പോൾ കൊല്ലും, ചിലപ്പോൾ രക്ഷപ്പെടും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. ഈ നാട്ടിലെ പാമ്പിനെ മുഴുവൻ പിടിക്കുക, അത് നമ്മളെ ബാധ്യതയല്ല. പാമ്പ് പിടിക്കുന്നുണ്ടാവില്ല. നമ്മളെ ഈ ഒരു പ്രദേശത്തിൽ 1000കണക്ക് പാമ്പുണ്ട്. അതിൻ്റെ തലമുറയായി ജീവിച്ചിരുന്നു. അത് ഈ ലോകത്തിൻ്റെ അനിവാര്യതയാണ്. പാമ്പുണ്ടാകാനുള്ളത് വളരെ ആവശ്യമുള്ള സംഗതിയാണ്. അത് നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ പിടികൂടും. അതിന് സ്വതന്ത്രമായി അതിൻ്റെ സ്വാതന്ത്ര്യം നടക്കുന്നുണ്ടാവും. ഇപ്പോൾ വൈകുന്നേര സമയത്ത് ഇരുട്ടിൻ്റെ തുടക്ക ഭാഗത്ത് ബാപ്പമാരും ഒക്കെ എന്ത് പറയും? വിളിച്ചില്ലാതെ പോകാൻ വലിയ ഏജന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ പകലുള്ള സമയത്ത് അങ്ങനെ ഒരു നടക്കൂല, ഒരു ജനവാസ പ്രദേശത്തൊന്നും നടക്കൂല. രാത്രി ആ ഒരു മാളത്തിന് മെല്ലെ ആളില്ല, ശബ്ദമില്ല, ഒരു പുറത്തിറങ്ങും, ഇര തേടി ഇറങ്ങുകയാണ്. അപ്പോൾ ദാഹിച്ചും വിശന്നും ഇറങ്ങുന്ന സമയത്ത് കിട്ടിയത് കടിച്ചാൽ അത് ഫലിക്കും. അതുകൊണ്ട് ഈ നേരത്തെ അങ്ങനെ പോകരുത്. ഓരോന്നും നേരുണ്ട്. അങ്ങനെ ഒരു സമയമുണ്ട്, ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ കടിച്ച വിഷം ഇറങ്ങേയില്ല.
മനസ്സിലായി പറഞ്ഞ ചിന്തിക്കുക. അവർക്കൊരു സമയമുണ്ട്, അവർക്കും ഒരു സമയമുണ്ട്, ചിന്തിക്കണം. അപ്പൊ ഇതെല്ലാം എന്താണ്, മനുഷ്യന് എന്താണ് വേണ്ടത്? മനുഷ്യന് ഇനി ഒരു മനുഷ്യൻ തെറ്റി, അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ തെറ്റ് ചെയ്യണം എന്നറിയല്ല, കണ്ട പിടികൂടും. തെറ്റ് ചെയ്യണമെന്ന് പറയല്ല. ഞാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കള്ളുകുടിയന്മാരെ പിടികൂടാൻ വേണ്ടി ഇറങ്ങുന്ന ആ ജനത്തെ വിലക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അതൊന്നും നമ്മുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമേ അല്ല. ഫയാ റബ്ബി ഫസ്ലുക് ബി സിറാത്ത മുഹമ്മദിൻ. അതെല്ലാവർക്കും നീതി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നീതി കൊടുത്തിട്ടുണ്ട്. ഇംറഅത മിൻ ജുഹൈന ജാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം أنا زنيت فأنا هبلا يا رسول الله فأصبت الحد فأقمه علي. ജുഹൈന ഗോത്രത്തിൽ ഉൾപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാഹിയുടെ മുന്നിൽ ഹാജരായി. നോക്കണം, ചിന്തിക്ക്, ഓരോരുത്തർക്കും നീതി. ഇംറഅത മിൻ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അത്തത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബിയുടെ അരികിൽ വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, സനൈതു, ഞാൻ വ്യഭിചരിച്ചു. ഭർത്താവുണ്ട്, ഞാൻ വ്യഭിചരിച്ചു. വാന ഹുബില, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ഇപ്പോൾ ഗർഭിണിയാണ്. ഫഅസബ്തുൽ ഹദ്ദ, ഹദ്ദ് നടപ്പിലാക്കുക തന്നെ വേണം. ഫഅഖിംഹു അലയ്യ, ആ ഹദ്ദ് എൻ്റെ മേൽ അങ്ങ് നിർവഹിക്കണം, ഹദ്ദ് നടപ്പിലാക്കണം. ആരും ഒന്ന് പറഞ്ഞു, ഭർത്താവ് ഉണ്ടാവേ വ്യഭിചരിച്ച് എറിഞ്ഞൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയഹ, ആ പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ റസൂൽ വിളിച്ചു വരുത്തി. ഫഖാല, എന്ന് റസൂൽ പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, പെണ്ണിനോട് വളരെ ഗുണപരമായി പെരുമാറണം. ഫൈദാ വളഅത് ഫഅ്തിനി ബിഹാ, പ്രസവിച്ചാൽ അവളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരണം. ആർക്കാ പോയി കൊടുക്കണം നീതി? നമ്മളെ നാട്ടിൽ നിന്നിപ്പോൾ ഭരണാധികാരിയുടെ അല്ല, മൂലിയർ കാക്കാൻ്റെ പേരിൽ അങ്ങനെ പെണ്ണ് വന്ന് കയറിയാൽ എന്താ പറയുക? ജന്ത വിചാരിച്ച ഇവിടെ തൻ്റെ ചന്ത ഇതെന്താ ബോംബെയിലെ പിന്നെ ചൊന്ന തരുമോ? ഇത് ഞാനിവിടുത്തെ കാതിയാണ്, ഇത് കണ്ട പുലിയടിയൊക്കെ കയറാനുള്ള സ്ഥലമല്ല. ആരെ വീട്ടിലാവന്ന് മുത്തനും അടുത്തു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരത്തിൽ ഗർഭിണിയാണ്, ഭർത്താവുണ്ട്. എന്നെ ഹദ്ദ് നടപ്പിലാക്കി വേണം, എന്നെ അറിഞ്ഞല്ലോ. ഫാഖിംഹു അലയ്യ, എൻ്റെ മേൽ അങ്ങ് നടപ്പാക്കണം. ആരും അറിയില്ല, പെണ്ണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിളിച്ചെത്തി. പിന്നെ പറ, അഹ്സിൻ ഇലൈഹ, വളരെ മൃദുവായും മാന്യമായും ഗുണപരമായും ആ പെണ്ണിനോട് പെരുമാറണം കേട്ടോ. അതായത് നീ ആ പെണ്ണിനെ എന്ത് ചെയ്യും? പീഡിപ്പിക്കും. എങ്ങനെ? ഈ ജാതി മാടിച്ചാളൊക്കെ ഇവിടെ ഉണ്ട് ആ കാലത്ത്, എന്ത് കുരുത്ത നമ്മളെ പെരക്കുണ്ടാകുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അജി പറയാൻ പാടില്ല. ഇവർക്ക് നല്ല വസ്ത്രമായി കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല കിടപ്പറ കൊടുക്കണം, എല്ലാം കൊടുക്കണം. പ്രസവിച്ചാൽ ഫത്തിനിവിയ കൊണ്ടുപോവാ, അവളെയും കൊണ്ടുപോവാ. ഇങ്ങനെ ഒരാളുണ്ടോ ലോകത്ത്? ഈ ഹദീസ് ബുഖാരി മുസ്ലിമിലുണ്ട്. നിങ്ങൾ എന്താ അവസ്ഥ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ചുരുങ്ങിയത് എന്താ നമ്മൾ വലിയനെ വെച്ച് പറയാം, എൻ്റെ ഒരു ഭാഗ്യക്കേട് അല്ല. ചിലപ്പോൾ അതിൻ്റെ പെണ്ണുകളെ പോക്കായിരിക്കും. ഈ കുട്ടികളാകുമ്പോൾ തന്നെ ഒരു വലിയടികളാണ്. എങ്ങനെയാണ് വൃത്തിയായിട്ട് ഇതിൻ്റെ മുന്നിൽ കൊണ്ടും ജാതി സാധനക അങ്ങനെയല്ലേ പറയണ്ട്. ആ പെണ്ണിൻ്റെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി റസൂലുള്ള പറഞ്ഞു, അഹ്സിനിലേഹ, നല്ല മാന്യമായി പെരുമാറണം, ഗുണം ചെയ്യണം, ഒക്കെ ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം, നല്ല കിടപ്പറ, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല കാലം കൂടെ സന്തോഷത്തിൽ ജീവിക്കട്ടെ. ഫിദാവളഅത്ത്, പ്രസവിച്ചാൽ ഫഅ്തിനി കൊണ്ടുവാ. ഫലമ്മ വളഅത്ത്, പ്രസവം കഴിഞ്ഞപ്പോൾ ഫഅതാഹു ബിഹ, ആ പെണ്ണിനെയും കൊണ്ട് ഇയാൾ നബിയുടെ അരികിൽ വന്നു. فأقام النبي عليه الحد فشدت عليها ثيابها, അവളെ മേൽ വസ്ത്രം കെട്ടി അവളെ മേൽ ഹദ് നടപ്പിലാക്കി, എറിഞ്ഞു വന്നു. فغسلت, എന്നിട്ട് കുളിപ്പിക്കപ്പെട്ടു. فحضر النبي صلى الله عليه وسلم ليصلي عليها, അവളെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഹബീബ നബി ഹാജരായപ്പോൾ فآتاه عمر فقال عمر بن الخطاب, ഇങ്ങനെ വന്നാണ് പറഞ്ഞു, تصلي عليه يا رسول الله. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഉമറേ എന്താ വിചാരിച്ച്? لقد تابت توبة لو أنزلت على 70 من أهل المدينة لوسعته.
ഈ പെണ്ണ് ചെയ്ത തൗബ നിനക്കറിയോ? ഈ പെണ്ണിന്റെ മനസ്സിൽ വന്ന പശ്ചാത്താപം മദീനക്കാരായ 70 ആളുകളുടെ മേൽ വീതിച്ചാൽ അവർ തെറ്റുകാരാണെങ്കിലും സ്വർഗത്തിൽ കടത്താൻ ആ കഷ്ണം മതിയോ? എന്താ പറഞ്ഞത്? ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസഅതു. ലഖദ് താബത് തൗബതൻ, ഈ പെണ്ണിൽ തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത്, ആ തൗബയെ അംശീകരിക്കപ്പെട്ട അലാ 70 മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ 70 ആളുകൾക്ക് ഈ തൗബയെ അംശീകരിച്ച് നൽകിയാലും അവർ പാപികളാണെങ്കിൽ പോലും ലവസഅതുഹും, അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്തിന് പാത്രീഭൂതരാകാൻ അവർക്ക് ആ ഒരു കഷ്ണം മതി. ഏത് കഷ്ണം? മനസ്സിലായില്ല? ഈ പെണ്ണ് പശ്ചാത്തപിച്ച പശ്ചാത്താപത്തെ 70 കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം ഒരു പാപിയായ മദീനക്കാരന്റെ കയ്യിൽ കൊടുത്താൽ അയാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും സ്വർഗവും കിട്ടാൻ ആ കഷ്ണം മതിയോ? رأيت أفضل من أن جادت نفسها لربها. സ്വന്തം നഫ്സിനെ, ആത്മാവിനെ അള്ളാഹുവിന് ദാനം ചെയ്ത ഒരാളെക്കാൾ നല്ലവരാണ് നീ കണ്ടിട്ടുണ്ടോ? അത് ഈ പെണ്ണല്ലേ. هل رأيت أفضل من أن جادت نفسها لربها. ഈ പെണ്ണിനെ പോലീസ് പിടിച്ചല്ല, ഈ പെണ്ണിനെ പോലീസ് പിടിച്ചതല്ല, ഈ പെണ്ണ് നേരിട്ട് വന്നതാണ്. സ്വന്തം ആത്മാവിനെ അവൾ ആർക്ക് ദാനം ചെയ്തു? അല്ലാഹ്. സ്വന്തം ആത്മാവിനെ അള്ളാഹുവിന് ദാനം ചെയ്ത ഒരാളെക്കാൾ നല്ല ഒരാളെ നീ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഒരു പഴി പറയാൻ സമ്മതിച്ചില്ല, ഒരു കുറ്റം എന്നല്ല, വിശുദ്ധാക്കി. ഇപ്പൊ എന്തായി? ഉമർ ഇബ്നുൽ ഖത്താബിന് കൊതി തോന്നി ആ പെണ്ണിനെ മാത്രം. ഈ പെണ്ണാരെ നിസ്കരിക്കാൻ മടിച്ചു നിൽക്കുന്നവരോട് നബി പറഞ്ഞ സാരല്ല, നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോ എന്ത് കാട്ടും? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളി, അതൊക്കെ നിസ്കാര പള്ളിക്ക് എന്നൊക്കെ നിസ്കരിച്ച് വിട്ടാൽ മതി, ഈ ജാതി നിന്റെ മുന്നിൽ കൊണ്ടുവരുത്. അങ്ങനെയാണോ? എന്റെ നബിക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഈത്തിവിടെ എഴുതി കൊന്ന് കുളിപ്പിച്ച് പിന്നെ കൊണ്ടുവന്ന ഞാനെന്ത് കാട്ടുന്നു? ഞാൻ കുടുങ്ങല്ലേ? നബിയല്ലേ, കാരണം ഇട്ടു പോകാൻ പറ്റൂലല്ലോ. ആരാണോ അതെന്നെ നമ്മളെ നബിയാക്കാത്തത്? എന്താ നബി പറഞ്ഞേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വന്തം ആത്മാവിനെ തൻ്റെ രക്ഷിതാവിന് ദാനം ചെയ്ത ഒരാളെക്കാൾ നീ ഒരാളെ കണ്ടിട്ടുണ്ടോ? അതല്ലേ ഈ പെണ്ണ്. അവൾ വിചാരിച്ചു, ശരി, അത് മാനുഷികമായി സംഭവിക്കണതാ, അത് മനുഷ്യന് സംഭവിച്ചു, അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ അതേ സമയത്ത് ഈ പെണ്ണിന്റെ മനസ്സോ, هل رأيت أفضل من أن جادت نفسها لربها فصلى عليها النبي المصطفى. هذا صراط محمد, هذا رسول الله صلى الله عليه وسلم. നീതി എന്ന് പറഞ്ഞാൽ നീതി. അതേ സമയത്ത് മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി. അപ്പൊ ചെറുപ്പക്കാരനായ കുട്ടിയായ ഉസാമ ബിൻ സൈദിനെ പറഞ്ഞയച്ചു. ഉസാമയെ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സ്വഹാബിയായ നബിയുടെ വളർത്തുമോനായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ആര്? ഉസാമ ഇബ്നു സെയ്ദ്. റസൂലുള്ളാഹിയുടെ കുടുംബക്കാരിയായ ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയുടെ മകൻ സെയ്ദിന്റെയും. ആരാ സെയ്ദ്? ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സ്വഹാബിയാണ് സെയ്ദ്. ആ സെയ്ദിന്റെ മകനാണ് ആര്? ഉസാമ. ഈ ബാല്യക്കാരെ കുട്ടിയെ പറഞ്ഞയച്ചു. മഖ്സൂമി ഗോത്രത്തിന്റെ പെണ്ണിന്റെ മേലെ ഹജ്ജ് നടപ്പിലാക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ആളെന്നെ, പക്ഷെ അള്ളാഹിനെ ശിക്ഷ നടപ്പിലാക്കരുതെന്ന് പറയാൻ വിചാരം. ലൗ അന്ന ഫാത്തിമ സറഖത് ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ. എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും കൈ ഞാൻ വിട്ടു. പിന്നെ അവിടെ ആരെങ്കിലും മോഷ്ടിക്കൂ? ഇങ്ങോട്ട് പിൻവാതിലൂടെ ഭർത്താനല്ല. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ. ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും കൈ ഞാൻ വെട്ടിയിരിക്കും.
മനസ്സിലായി പറ, എല്ലാം ക്ലിയറാണ്. ഇതൊക്കെ എന്താണ്? നീതി. അതാണ് സിറാത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയാ റബ്ബി ഫസ്ലുക് ബി സിറാത്ത മുഹമ്മദിൻ, ആ മുഹമ്മദിയ മാർഗത്തിൽ, ആ നീതിയുടെ മാർഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുക. ഓക്കേ. വയാ റബ്ബി ഫൻസുർനി അലാ കുല്ലി മുബ്ലിഖി. വയാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഫൻസുർനി, എന്നെ നീ സഹായിക്കുക, അലാ കുല്ലി മുബ്ലിഖിൻ, മിന്നി മറഞ്ഞ് ഭയപ്പെടുത്തി പോകുന്ന എല്ലാ ശത്രുക്കളുടെ മേലും, ഇടയ്ക്കിടെ കടന്നു വരികയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ ശത്രുക്കൾ, മനസ്സിൽ കൊള്ളിയാൻ മിന്നിക്കുന്ന ശത്രുക്കൾ, മനസ്സിൽ എന്നിൽ അല്ലെങ്കിൽ എൻ്റെ സഹജീവികളിൽ ആരിലെങ്കിലും ആണെങ്കിലും അലാ കുല്ലി മുബ്ലിഖിൻ, മിന്നി മറഞ്ഞു പോകുന്ന ശത്രുക്കൾ, അവരെ മേൽ നീ എന്നെ സഹായിക്കണമേ എന്ന്. പിന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നവർ, ആ ജനങ്ങളെ ഭയപ്പെടുത്തുന്നവരെ അമർച്ച ചെയ്യണം, കൊല്ലണം എന്നല്ല, അമർച്ച ചെയ്യണം. അമർച്ച ചെയ്താൽ അമരും അവര്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, തബൂക്കിലേക്ക് ബൈസന്റിയൻ റോമക്കാർ തബൂക്കിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അടിമപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ഇവർ മദീനയിൽ വന്ന് പറഞ്ഞു, റസൂൽ തബൂക്കിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. റസൂൽ മദീന തബൂക്കിൽ പോയപ്പോഴത്തിന് ഓടിക്കളഞ്ഞവര്. ഇതാണ് മിന്നി മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ, ജനങ്ങളെ ഭയപ്പെടുത്തുന്നു. ജനങ്ങൾ സ്വതന്ത്രരായി ജീവിക്കണം, കൊല്ലൊന്നും വേണ്ട, യുദ്ധം ചെയ്യണ്ട, വരുന്നുണ്ടെന്ന് അറിഞ്ഞവരെ വായും. നേരിടാൻ പറ്റിയ എതിരാളികൾ ഉണ്ടാവണം. ഇവിടെ നേരിടാൻ പറ്റിയ ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരാ വൈക്കരൂല, ഒന്നുമില്ല. അതാണ് അങ്ങനത്തെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സ്വൈരവിഹാരം. സോഷ്യൽ മീഡിയ തുറന്നാൽ വർഗീയത പ്രസംഗിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാ വിഭാഗത്തിലുണ്ട്. ക്രിസ്ത്യാനികളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്. എന്തതിന് കാരണം? സർക്കാർ ബോധവാന്മാരല്ലാത്തതുകൊണ്ട്. എന്തിനവരേറ്റുന്നത്? മാതൃകരമായ ശിക്ഷ 4 കൊടുത്തൽ അതവിടെ അവസാനിക്കും. സർക്കാരിനും ഇതിവിടെ ആവശ്യമുള്ളത് പോലെ ഉണ്ട്. വായി തുറന്ന് ഇതാരും അറിയാതല്ല ഇവരീ പറയുന്നത്. വായി തുറന്നാൽ വർഗീയത പറയും. നമ്മുടെ ഭരണഘടനക്കെതിരല്ലത്. ഇതിനല്ലാതെ എന്തിനാ ഭരണാധികാരി? എന്താ ഭരണാധികാരി ബാധ്യത? കിറ്റുകൊടുത്തേക്ക്. എന്താണ് ഭരണാധികാരിയുടെ ബാധ്യത? വർഗീയത പറയുന്നത് പിടിച്ചിട്ട് അവൻ മാപ്പിളയാണ്. ആരാണ് കിട്ടുക? അവൻ മുസ്ലിമായാലും, അവൻ ക്രിസ്ത്യാനിയായാലും, അവൻ കമ്മ്യൂണിസ്റ്റുകാരനായാലും, അവൻ ഹിന്ദു ആയാലും 4 മണി പിന്നെ മിണ്ടൂല. എന്ത് പ്രളയം നടക്കുക? എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പ്രളയം നടക്കുക. എന്താ പറയുന്നത്? വർഗീയത. എന്താ അതപ്പതന ഒരു ജനത്തിന് വന്നത്? എന്താ അതപ്പതനോ ഇത്? ഒരു പ്രളയം ഏത് കാലത്തും പറ്റൂല. ഒരു നാട്ടിൽ പ്രളയം നടക്കുക, അപ്പോൾ വർഗീയത സോഷ്യൽ മീഡിയയിൽ പറയാം, 10,000-കണക്കിന് ആളുകൾ കേൾക്കുക. പിന്നെന്തിനാണ് മുഖ്യമന്ത്രി? പിന്നെന്തിനാണ് പോലീസ്? ഇവരെ അമർച്ച ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാ നിയമസഭ? പിന്നെന്തിനാ മുഖ്യമന്ത്രി? പിന്നെന്തിനാ മന്ത്രിമാർ? പിന്നെന്തിനാ പോലീസ്? എന്താ നടക്കുന്ന നാട്ടില്? ഇവരെന്താ അഭ്യസ്ത വിദ്യരാണ്? ഒരു മതം ഒരാൾക്ക് പറഞ്ഞ മതം പറയാ, അക്ക് ശരി. തൻ്റെ മതത്തിന്റെ മികവ് പറയാ. മറ്റെന്തെങ്കിലും മതത്തിലെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വദേശപരമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, സ്നേഹത്തോടെയും സ്വദേശപരമായും. അതും അതിലിവിടാൻ പാടില്ല. ഞങ്ങളോട് 100 തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ വേദഗ്രന്ഥങ്ങളെ വിമർശിച്ച് പ്രസംഗിച്ച ഒരു സ്വഹാബി ചരിത്രത്തിലുണ്ടായിട്ടില്ല, ഒരു നബിയുമില്ല. ഒന്നും നമ്മളെ രീതിയല്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളാണ് ഒക്കെ. ഒന്നും നമ്മളെ രീതിയല്ല. ഇതല്ല വർഗീയത, പുളിച്ച വർഗീയത പറയാ. അതിനുവേണ്ടി കുറച്ച് ആളുകളെ എന്താ പറയാ, പൂട്ടുകാളകളെ പോലെ നിർത്തിയിരിക്കുക ഓരോ സമുദായവും. വായട് തുറന്ന വർഗീയത പറഞ്ഞു. എത്രയാ സോഷ്യൽ മീഡിയയിൽ വർഗീയവാദികളെ പ്രസംഗം. ഇതുകൊണ്ട് മലീമസമാകുന്നത് ഇവിടുത്തെ ജനങ്ങളെ മനസ്സാണ്. 3 കോടിയിലേറെ വരുന്ന ജനങ്ങളെ മനസ്സ് നാശമാക്കി ആര്? ഈ വർഗീയവാദികൾ, ഈ വർഗീയത പറയുന്നവർ. ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആരാ? പോലീസ്. അത് അറിയണേ. എന്താ ഇതിന്റെ കഷ്ടം? പിന്നെന്ത് ഭരണമാണ്?
നിങ്ങൾ ഇവിടെ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? ഇനിയിപ്പോൾ അണക്കെട്ട് പൊട്ടുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പം എന്ത്? വർഗീയത. വർഗീയത പറയുന്നേ ഇത് മനുഷ്യരായി ഇവര് എന്തവർക്കൊക്കെ സംഭവിച്ചത്? എന്ത് വർഗീയത? മതം എന്നത് മാനദണ്ഡം ഉണ്ടാകിയ വർഗീയത പറയാൻ എന്തവരെ വിചാരിച്ച്? അതാണ് ഈ മിന്നി മറഞ്ഞു പോകുന്ന ശത്രുക്കൾ. അവരെ കൂട്ടത്തിലാണ് മിന്നി മറഞ്ഞു പോകുന്ന ശത്രുക്കളുടെ മേൽ എന്നെ നീ സഹായിക്കണം. അല്ലാഹു തആല അത്തരം ആളുകൾ ഉണ്ടാക്കുന്ന ആപത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനിപ്പിക്കും. യാ റബ്ബി ഹഖ്ഖിഖ്നി വബസ്സിർ ഖുലൂബനാ വസഹബി വഅഹ്ബാബി വകുല്ല മുവഫഖി. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹഖ്ഖിഖ്നി ഉൾപ്പൊരുൾ എന്നെ നീ കാണിക്കുക. അതാണ് ഹഖീഖത്ത് നൽകുക. ഹഖീഖത്താണ് ഉൾപ്പൊരുൾ, പൊരുളിൻ്റെയും പൊരുൾ. നമ്മളീ പഠിക്കുന്നതിന് അപ്പുറത്തിനപ്പുറത്തൊരപ്പുറമുണ്ട്. അത് കിട്ടണം. അത് കിട്ടിയ മനുഷ്യൻ സൈലന്റ്. മതം പഠിക്കാത്തതുകൊണ്ടാണ് വർഗീയവാദി. ഒരു മതം പഠിച്ചാൽ വർഗീയവാദിയാവില്ല. ലോകത്തെ ഏറ്റവും സമാധാനമുള്ള മതങ്ങളാണ് ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. ഇത് സമാധാനം അല്ലെങ്കിൽ എന്താണ്? ലോകത്തെ ഏറ്റവും സമാധാനമുള്ള മതം ആണ് ഇസ്ലാം മതം. ഇസ്ലാം സലാമത്തി എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ സമാധാനം കൊണ്ടുവന്ന മതമാണ് ക്രിസ്തു മതം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം കൊണ്ടുവന്ന മതമാണ് ഹിന്ദു മതം. പിന്നെ ഇതിന്റെ മേൽ വർഗീയത പറഞ്ഞ് മറ്റൊരുത്തരെ കൊല്ലാൻ നടക്കുന്നവർ, അതിന് കത്തിക്ക് മൂർച്ച കൂട്ടുന്നവർ ആരാണ്? അവനാ മതം പഠിച്ചിട്ടില്ല. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹഖീഖിന് നീ എന്നെ ഹഖീഖത്ത് അറിയിക്കുക. ഉൾപ്പൊരുൾ അതാണ് ഹഖീഖത്ത് അറിയാം. നീ എനിക്ക് ഉൾപ്പൊരുൾ അറിയിക്കുക. വബസ്സിർ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തിനെ നീ വെളിച്ചം കാട്ടുകയും ചെയ്യുക.